തൃശൂർ പൂരത്തിന് ശേഷമാണ് ആഘോഷമാകുന്നത്. പൂരം തെരഞ്ഞെടുപ്പ് കാലത്തായിരുന്നു എന്നത് തന്നെ പൂരത്തിന് ഒരു രാഷ്ട്രീയ തലം ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. തൃശൂരിൽ പൂരത്തിന്റെ എല്ലാ കാലത്തെയും കൂട്ടുകാരനായിരുന്ന CS സുനിൽകുമാർ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിച്ചു. തൃശൂർക്കാരൻ എന്ന് തന്നെ പറയാവുന്ന K മുരളീധരൻ UDF സ്ഥാനാർത്ഥിയായി. കുറെ കാലമായി തൃശൂർ ഞാൻ എടുക്കും എന്ന് പറഞ്ഞിരുന്ന സുരേഷ് ഗോപി അവിടെ BJP സ്ഥാനാർത്ഥിയുമായി. സുരേഷ് ഗോപിയുടെ വിജയത്തിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഇതിനകം വന്നു കഴിഞ്ഞു. അന്ന് തന്നെ പറയപ്പെട്ട ഒരു കാര്യം തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളാണ്. അത് വലിയൊരു വിഭാഗം ജനങ്ങളിൽ ഭരണത്തിനെതിരായും മറ്റ് കക്ഷികൾക്കെതിരായും BJPക്ക് അനുകൂലമായും ഒരു വികാരമുണ്ടാക്കി എന്നതാണ്. അതിന്റെ കാരണക്കാർ ആരാണ്? പോലീസുകാർ ആണ് അതിൽ കാര്യമായി ഇടപെട്ടത് നമുക്കറിയാം. അവിടുത്തെ SP-യും കമ്മീഷണറും ഒക്കെയാണ്. അവരാണ് ഇടയ്ക്ക് പൂരം നിർത്തിവെച്ചതും അത് പാടില്ല ഇത് പാടില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ തടസ്സങ്ങൾ ഉണ്ടാക്കിയതും കാലതാമസം വരുത്തിയതും ഒക്കെ. വെടിക്കെട്ടൊക്കെ വളരെ വൈകിയാണ് നടന്നത് എന്നൊക്കെ നമുക്കറിയാം. അതിന്റെ വിശദാംശങ്ങളല്ല ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അതിന് കാരണക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ ഉടനെ അന്വേഷണം നടത്തും എന്ന് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. 1 മാസത്തിനകം റിപ്പോർട്ട് കൊടുക്കും എന്നാണ് പറഞ്ഞത്. ഇപ്പൊ പൂരം കഴിഞ്ഞിട്ട് എത്ര മാസം കഴിഞ്ഞു എന്ന് നമുക്കറിയില്ല. അതിന്റെ എന്തെങ്കിലും റിപ്പോർട്ട് വന്നോ എന്ന് നമുക്കറിയില്ല. ഇപ്പോൾ PV അൻവർ അജിത് കുമാറിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൽ പറഞ്ഞുകൊണ്ടും പറയാതെയും പോയ ഒരു കാര്യമാണ് തൃശ്ശൂർ. അതിൽ എക്കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് തീർത്തുകൊണ്ടാണ് തൃശ്ശൂരിലെ UDF LDF സ്ഥാനാർത്ഥികൾ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. ആനി രാജയെ പോലെയുള്ള ആളുകൾ ഇതിനു മുമ്പ് തന്നെ ഇക്കാര്യം ഉന്നയിച്ചിരുന്നു. കേരള പോലീസിലെ BJP സാന്നിധ്യം, കേരള പോലീസ് ഇടതുപക്ഷ രാഷ്ട്രീയമല്ല കൈകാര്യം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നു. അന്നൊക്കെ ആനിരാജയുടെ കാര്യം നോക്കിയാൽ മതി, ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞവരാണ് കേരളത്തിലെ CPM ആളുകൾ. ഇപ്പോൾ അജിത് കുമാർ നേതൃത്വം നൽകുന്ന പോലീസ് അദ്ദേഹത്തിന്റെ കൂടി അറിവോടും നിർദ്ദേശത്തോടും കൂടി തന്നെയാണ് തൃശൂർ പൂരം കലക്കിയത് എന്ന് ഏതാണ്ട് വ്യക്തമായിരിക്കും. അജിത് കുമാറിന് സുരേഷ് ഗോപിയോടും BJPയോടുമുള്ള ബന്ധവും താല്പര്യവും ഒക്കെ നമുക്ക് വേണമെങ്കിൽ വാദിക്കാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അറിവില്ലാതെ അങ്ങനെ ഒരു കലക്കൽ സാധ്യമാകുമോ? ഇനി അങ്ങനെ അജിത് കുമാറാണ് ചെയ്തതെങ്കിൽ എന്തുകൊണ്ട് അത് ചെയ്തു എന്ന് ചോദിക്കാനുള്ള ചങ്ക് മുഖ്യമന്ത്രി എന്ന ആഭ്യന്തരമന്ത്രിയുടെ 2 ചങ്കിനും ഇല്ലേ? എന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞ അന്വേഷണം നടക്കാതെ പോയത്? സുനിൽകുമാർ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞു അതൊരു പ്ലോട്ടായിരുന്നു, ഒരു പ്രോജക്റ്റ് ആയിരുന്നു. എന്താ പ്രോജക്റ്റ്? ഈ പറഞ്ഞതുപോലെ പൂരത്തിന് ആകെ കുഴപ്പമാക്കുക, വളരെ സെൻസിറ്റീവായി നിൽക്കുന്ന വർഗീയ വിഭജനം അവിടെ ബോധ്യമാവുക, BJPക്ക് അനുകൂലമായി വോട്ടുമറിക്കുക. മുരളീധരൻ കുറച്ചുകൂടി കടത്തിയാണ് പറഞ്ഞത്. അജിത് കുമാറും മുഖ്യമന്ത്രിയുടെ ഓഫീസും ചേർന്നിട്ടാണ് പൂരം കലക്കി BJPക്ക് സീറ്റ് വാങ്ങി കൊടുത്തത് എന്നാണ്. BJPക്ക് സീറ്റ് കിട്ടിയതുകൊണ്ട് ഗുണമുണ്ടോ എന്നറിയില്ല. BJP ജയിച്ചത് അപകടമായി പോയി എന്ന് BJPക്കാർക്ക് തന്നെ തൃശ്ശൂരിൽ തോന്നിയ ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഏതായാലും ഫലത്തിൽ ഒരു MP BJPക്ക് കിട്ടിയല്ലോ കേരളത്തിൽ. അതിന് കാരണക്കാരാരാണ്? അതിന് കാരണക്കാർ കേരളം ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രിയുടെ തൊട്ടു താഴെയുള്ള ADGP എന്ന ഉദ്യോഗസ്ഥനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമാണ് എന്നാണ് ഇപ്പോൾ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചില തിരിച്ചറിവുകൾ. അപ്പോൾ BJPയുമായി CPMനുള്ള ബാന്ധവത്തെക്കുറിച്ചൊക്കെ മുമ്പ് വന്ന വാർത്തകളിൽ നമ്മൾ ഒന്നുമില്ല എന്ന് പറയാൻ പറ്റില്ല. മാത്രവുമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ 1 മാസം കൊണ്ടുള്ള തൃശ്ശൂർ പൂരത്തിന്റെ റിപ്പോർട്ട് എവിടെ? മുഖ്യമന്ത്രി നേരിട്ട് ആവശ്യപ്പെട്ടതാണല്ലോ. അന്ന് സുനിൽകുമാറൊക്കെ അടങ്ങിയത് അത് പറഞ്ഞപ്പോഴാണ്. ഇതാണ് നമ്മുടെ നാട്ടിലെ കളി. ഇപ്പോൾ അൻവറിന്റെ ആരോപണം നേരിടാൻ 1 മാസത്തിനകം 2 മാസത്തിനകം അന്വേഷിക്കാൻ കുറെ ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ടുണ്ട്. എന്ത് നടക്കും? ഹേമ കമ്മിറ്റി പരിശോധിക്കാൻ ചില ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ടുണ്ട്. എന്ത് നടക്കും? കുറെ കഴിഞ്ഞാൽ നമ്മളും മറക്കും, എല്ലാം മറക്കും. വയനാട് വരും, അല്ലെങ്കിൽ കാഫിർ വരും, അല്ലെങ്കിൽ വേറെന്തെങ്കിലും വരും, നമ്മൾ മറന്നുപോകും. അപ്പോൾ ഇവരുടെ പ്രോജക്റ്റ് പ്ലോട്ട് കൃത്യമായി മുമ്പോട്ട് പോവുകയാണ്. BJPയെ ജയിപ്പിച്ച് മോഡിയുടെ വിശ്വസ്തനാവുക എന്നും അതുവഴി കേന്ദ്ര ഏജൻസികളിൽ നിന്നുള്ള കേസുകളിൽ നിന്ന് രക്ഷ നേടുക എന്ന്. കരുവന്നൂർ മുതൽ സ്വർണ്ണക്കടത്ത് വരെയുള്ള കേസുകളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ പ്രതികളായിരിക്കുന്ന ഘട്ടത്തിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം സുരേഷ് ഗോപിയെ ജയിപ്പിച്ച് പാർലമെന്റിലേക്ക് വിടുക എന്നതായിരുന്നു
ആ കടമ നന്നായി നിർവഹിച്ചു പി ശശിയും അജിത് കുമാറും അതിലൂടെ മുഖ്യമന്ത്രിയും എന്നാണ് തൃശൂർ പൂരത്തിന്റെ രണ്ടാം പൂരത്തിൽ നമ്മൾ മനസ്സിലാവുന്നത്. അപ്പോൾ അന്ന് കണ്ടത് കുടമാറ്റവും വെടിക്കെട്ടുമല്ല ശരിക്കുള്ള പൂരം. കേരളത്തിലെ രാഷ്ട്രീയ പൂരം അതിന്റെ ആന്റി ക്ലൈമാക്സ് എന്നോ ക്ലൈമാക്സ് എന്നോ പറയാവുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുന്നു. പരസ്യമായി തന്നെ BJPയെ ജയിപ്പിക്കാൻ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷം, അതിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇത് കേരളം എങ്ങനെ സ്വീകരിക്കും എന്ന് നമുക്കറിയില്ല. നമുക്ക് കാണാം.